Guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വജീറ്റയും ഗോകുവും അവർ രണ്ടുപേരും ആ ഫ്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോട്ടനെയും ഗൊഹാനെയും ട്രങ്ക്സിനെയും സേവ് ചെയ്യാണ്. അതിനോടൊപ്പം വജീറ്റ ആണെങ്കിൽ ബോവിനെ തകർക്കാൻ അവൻ ആദ്യം അബ്സോർബ് ചെയ്ത് വെച്ചിരുന്ന ആ ഉണ്ടപ്പൻ ബോവിനെ അങ്ങനെ റിലീസ് ചെയ്യാണ്. അടുത്ത നിമിഷം അവന്റെ ബോഡിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് അവന്റെ ബോഡി മുഴുവൻ വെന്തുരുകാനായിട്ട് തുടങ്ങും. ഗോകുവിനും അതുപോലെ വജീറ്റയ്ക്കും രണ്ടുപേർക്കും ആ ഒരു ചൂട് അത് സഹിക്കാൻ കഴിയുന്നില്ല. അവരൊരുപാട് കഷ്ടപ്പെട്ട് ബാക്കിയുള്ളവരെ തൂക്കിയെടുത്ത് പുറത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ വഴി കണ്ടെത്തും. അതായത് മാജിക് ബോ ആയിട്ടുള്ള ഫോഗ് അത് റിലീസ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പ്, അത് പുറത്തേക്ക് വരുന്ന ഗ്യാപ്പിൽ വജീറ്റയും ഗോകുവും തന്ത്രപരമായി നമ്മുടെ ആൾക്കാരെ കൊണ്ട് പുറത്തേക്ക് വരും. എൽഡർ ഗായ്ക്കും അതുപോലെ തന്നെ സുപ്രീം ഗായ്ക്കും ഭയങ്കര സന്തോഷം. ആൾക്കാരെല്ലാവരും തിരികെ എത്തി ഇനി അവനെ തോൽപ്പിക്കാൻ കഴിയുന്ന പ്രതീക്ഷയോടുകൂടെ നിൽക്കുമ്പോഴായിരിക്കും ബോ ആണെങ്കിൽ അവന്റെ അടുത്ത പവർഫുൾ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോവുക. അവന്റെ സൈസ് ചെറുതായെങ്കിലും അവന്റെ പവർ ഒരുപാടധികം വലുതായി മാറും. സുപ്രീം ഗായ് ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. അവൻ പഴയതുപോലെയായി ഇനി എല്ലാം തലകീഴായി നടക്കുന്നു പറഞ്ഞ് ഭയപ്പെടും. അപ്പാപ്പനാണെങ്കിൽ സുപ്രീം ഗായോട് ചോദിക്കും, സത്യത്തിൽ എന്താ സംഭവിക്കണേ? അവൻ പഴയ രൂപത്തിലേക്കായെന്നല്ലേ നീ പറഞ്ഞത്? അതിനർത്ഥം എന്താ? അതിന് സുപ്രീം ഗായ് പറയും, വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കഥയാണിത്. ചിലരെല്ലാവരും ഗുഹയിൽ വസിച്ചിരുന്ന ആ ഒരു കാലം, ഞങ്ങൾ കായ് വേർഡിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു വരുന്ന ആ ഒരു കാലം. ആ സമയത്ത് ഗായോടൊപ്പം നോർത്ത് ഗായ്, സൗത്ത് ഗായ്, വെസ്റ്റ് ഗായ്, അവരോടൊപ്പം ഞാൻ ഈസ്റ്റ് ഗായ്, ഞങ്ങളെല്ലാവരും അവിടെ കഴിഞ്ഞു വരികയായിരുന്നു. ലോകം വളരെയധികം സമാധാനത്തോടു കൂടെ മുൻപോട്ടേക്ക് പോവുകയായിരുന്നു. അവൻ ബോവിനെ ക്രിയേറ്റ് ചെയ്യുന്നതുവരെ ബോവിനെ ക്രിയേറ്റ് ചെയ്ത അവനാണെങ്കിൽ ഒരുപാട് ലോകങ്ങൾ നശിപ്പിച്ചു. അതിനുശേഷം അവസാനമായിട്ട് ബിബിഡിയാണെങ്കിൽ ബോവുമായിട്ട് ഈ കായ് വേൾഡ് നശിപ്പിക്കാൻ ഞങ്ങളുടെ ഇടയിലേക്കും കടന്നു വന്നു. ഗായെയും വെസ്റ്റ് ഗായെയും അവൻ വളരെ എളുപ്പത്തിൽ കൊന്നു തള്ളി. അത് കണ്ട ആ ഒരു ബിബിഡി അവനാണെങ്കിൽ സുപ്രീം ഗായോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, ഓ നീയാണല്ലേ സുപ്രീം ഗായ്, നിന്നെ വളരെ എളുപ്പത്തിൽ കൊണ്ടില്ലാതാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ബോവുമായിട്ട് അവര് ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഫൈറ്റിനൊടുവിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി. ബോ ആണെങ്കിൽ ദൂരേക്ക് പറന്നു പോകുന്ന കണ്ട ബിബിഡി ആണെങ്കിൽ ബോയോട് ചോദിക്കും, ബോ നീ എവിടേക്കാണ് പോകുന്നത്? ബോവിന്റെ പിന്നാലെ പോയ സുപ്രീം ഗായ് ആണെങ്കിൽ അവനെ രണ്ടായിട്ട് ആഞ്ഞു വെട്ടും. പക്ഷെ അവനാണെങ്കിൽ ഒരു പവർ ഉപയോഗിച്ച് ആ സുപ്രീം ഗായെ തകർത്ത് ബിബിഡിയുടെ മുമ്പിലേക്ക് ഇടുകയാണ്. അത് കണ്ട് ബിബിഡി പൊട്ടിച്ചിരിക്കും. മറ്റൊരു ജിമ്മൻ സുപ്രീം ഗായ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവനോട് പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റിനിടയിൽ അവന്റെ കൈ ആ ഒരു സുപ്രീം ഗായ് വലിച്ചു പറിച്ചെടുക്കും. അതിനുശേഷം അത് തിരിച്ചിട്ട് കൊടുക്കും. സൗത്ത് സുപ്രീം ഗായ് ആണെങ്കിൽ അവനെ അറഞ്ചം പുറഞ്ഞ് ആഞ്ഞടിക്കും. പക്ഷെ അടുത്ത നിമിഷം അവനാണെങ്കിൽ അവന്റെ ആ ഒരു ഫ്ലഷ് ഉപയോഗിച്ച് അദ്ദേഹത്തെ അങ്ങനെ അബ്സോർബ് ചെയ്ത് അവന്റെ ബോഡിയിലേക്ക് എടുക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. സുപ്രീം ഗായ് ആണെങ്കിൽ അപ്പാപ്പനോട് പറയും, ഞങ്ങളുടെ സൗത്ത് സുപ്രീം ഗായ് അദ്ദേഹമായിരുന്നു കായ്സിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ആള്. അദ്ദേഹത്തെ അവൻ അബ്സോർബ് ചെയ്തെടുത്തു. അങ്ങനെയാണ് ആ ജയന്റ് ഫോം അവന് കിട്ടിയത്. അവന്റെ യഥാർത്ഥ രൂപം നമ്മൾ കാണുന്ന ആ ചെറിയ കുട്ടിയുടെ രൂപമാണ്. അതേ രൂപത്തിലേക്ക് തന്നെ അവനിപ്പോ തിരികെ വന്നിരിക്കുകയാണ്. ഞാനെന്ന് ജീവനോട് കൂടി ഇരിക്കാൻ ഏക കാരണക്കാരൻ ഗ്രാൻഡ് സുപ്രീം ഗായ് ആണ്. അബു എന്നെ അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞപ്പോ അദ്ദേഹം മാത്രമാണ് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനായി അദ്ദേഹം മുൻപിലേക്ക് കയറി വന്നത്. സുപ്രീം ഗായ് അവനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. പക്ഷെ ആ പീസുകളെല്ലാം ഒന്നു ചേർന്ന് അവൻ വീണ്ടും റീജനറേറ്റ് ചെയ്ത് ഗ്രാൻഡ് സുപ്രീം ഗായെ അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്തു. അദ്ദേഹത്തെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് നോക്കി നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ ഒരുപാട് നിലവിളിച്ചു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇവിടെയാണെങ്കിൽ ബോവിന്റെ ആ പുതിയ രൂപം കണ്ട് അവനോട് ചോദിക്കും, ഇത് നീ തന്നെയാണോ ബോ? അതിന് ബോ പറയും, അതെ, ഇതെന്റെ പുതിയ ട്രാൻസ്ഫർമേഷൻ ആണ്. ഞാൻ ഒരുപാട് സമയം എന്റെ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ബോവിനിപ്പോ നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ബോവിനെ കഴിക്കാൻ കൊണ്ടുപോവാ. അതിന് ബിബിഡിയാണെങ്കിൽ ബോവിനോട് പറയും, എന്റെ കയ്യിൽ ഒരു പഴയ കേക്ക് ഉണ്ട്. ലോകത്തിൽ വെച്ച് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒന്നാണ് കേക്ക്. അത് കേട്ട് ബോവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അത് കേക്കാണ്. ാണെങ്കിൽ വീണ്ടും അവനോട് പറയും, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ടേസ്റ്റ് ഉള്ള മറ്റു വസ്തുക്കളുണ്ട്. അതുപോലുള്ള പലതും എന്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്ന ഒക്കെ നീ കേൾക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഞാൻ നിനക്ക് തരാം. ഇതാ പ്രസന്റ് കാണിക്കും. ബിബിഡിക്ക് ഈസി ആയിട്ട് ബോവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞു. തടിയനായ കായ് വിഴുങ്ങിയത് കൊണ്ട് തന്നെ അവനൊരു കുട്ടികളുടെ മനസ്സാണ് പിന്നീട് ലഭിച്ചത്. അവൻ ശരിക്കും നാശത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ആരെക്കൊണ്ടും അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവനിപ്പോ ഒരു മൃഗമാണ്. അവന്റെ യഥാർത്ഥ രൂപം അതിതാണ്. കട്ട് ചെയ്ത് അവനെ കാണിക്കും. അവൻ വലിയ വലിയ പവർ ഉപയോഗിച്ച് ഭൂമിയുടെ ഓരോ ഭാഗങ്ങളും അങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കും. ആണെങ്കിൽ ആ ഒരു പവർ തകർത്ത് കളയും. അതിനുശേഷം അവനോട് വിളിച്ചു പറയും, ബോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഇവിടെ ജീവനോടുകൂടെ തന്നെയുണ്ട്. ആദ്യം നീ ഞങ്ങളെ തോൽപ്പിക്കേ, അതിനുശേഷം ഭൂമിയെ നീ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കേ. അത് കേട്ട് അവനാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് നമ്മുടെ ആൾക്കാരെ നോക്കി പരിഹസിച്ച് ചിരിച്ച് വലിയൊരു പവർ ഉണ്ടാക്കും. ആ പവർ അങ്ങനെ ക്രിയേറ്റ് ആയി വരെ നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും.
ഇത് നമ്മൾ കരുതിയതുപോലെയല്ല, വലിയ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് അവൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൽഡർ അപ്പാപ്പനാണെങ്കിൽ സുപ്രീം കായോട് പറയും, നിന്റെ കമ്മൽ ഉപയോഗിച്ച് വീണ്ടും അവർക്ക് ഫ്യൂഷൻ ചെയ്യാൻ കഴിയും, എത്രയും വേഗം അവരിവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അത് കേട്ട ആളാണെങ്കിൽ അവിടുന്ന് പോവും. ഇവിടെ ദേഷ്യപ്പെട്ട ആ ഭൂവിനോട് പറയും, ഇത്രയും വലിയ പവർ ഉപയോഗിക്കരുത്, ഈ ഭൂമി അത് ചിന്ന ഭിന്നമായി പോവും, ആദ്യം നീ ഞങ്ങളോട് പോരാട്. പക്ഷെ അവനത് കേൾക്കാതെ ഭൂമിക്ക് നേരെ ആ വലിയ പവർ അയക്കും. വജീറ്റ ആണെങ്കിൽ അത് കണ്ട് ഭയപ്പെടും. വജീറ്റ നോക്കി നിന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം നമ്മുടെ ആൾക്കാരുമായിട്ട് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവര് താഴേക്ക് പോകും. ബുക്കുവാണെങ്കിൽ വജീറ്റയോട് പറയും, ഒരുപാട് നേരം പിടിച്ചെടുക്കാൻ കഴിയില്ല, എത്രയും വേഗം ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ അത് ഉപയോഗിച്ചേ പറ്റൂന്ന് പറയും. ഉടനെ സുപ്രീം കായ് അവിടേക്ക് വരും. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ അവനെ ടച്ച് ചെയ്ത് ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് അവിടുന്ന് കടന്നു പോവാണ്. ആ സമയം ബോവിന്റെ പവർ അത് ഭൂമിയിൽ പതിച്ച് ഭൂമി മുഴുവനായിട്ടും പൊട്ടി തകർന്നു പോവും. കായ് വേൾഡിലേക്ക് ഇപ്പൊ ഗോക്കുവും സൈറ്റാനും വെജീറ്റയും ഡണ്ടയും പട്ടിക്കുട്ടിയും സുപ്രീം കായും എത്തും. ആണെങ്കിൽ ഗോക്കുവിനെ നോക്കി ദേഷ്യപ്പെട്ട് പറയും, നീ ഇത് കണ്ടോ, നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുന്നതിന് പകരം നീ കൊണ്ടുവന്ന് ഈ വിഡ്ഢികളെയാണ്. അതിന് ഗോക്കു പറയും, എന്നോട് ക്ഷമിക്ക്, നമ്മൾ കരുതിയതുപോലെയല്ല, പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് മോശമായി, നമ്മൾ കുറച്ചുപേര് മാത്രമാണ് രക്ഷപ്പെട്ടത്, അവൻ ആ ഭൂമി മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞു. ഉടനെ ഇപ്പോ സുപ്രീം കായും അതുപോലെ തന്നെ എൽഡർ കായും ആ ഒരു കോളത്തിലേക്ക് നോക്കും. ഭൂമി ആ തവിട് പൊടിയായി, ഭൂമിയിലൊന്നും ഇപ്പൊ അവശേഷിക്കുന്നില്ല. ഇതാ ചിന്ന ഭിന്നമായി കിടക്കുന്ന ആ ഒരു ബോവിന്റെ ബോഡി പാർട്സ് കാണിക്കും. അത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് ബോ ആണെങ്കിൽ ക്രിയേറ്റ് ആയി വരികയാണ്. ഇവിടെ സൈറ്റാൻ ആണെങ്കിൽ എൽഡർ കായോട് പറയും, നിങ്ങൾ എന്തായി പറയണേ, ഭൂമി നശിച്ചിട്ടില്ല, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പോഴുള്ള ഭൂമിയിൽ തന്നെയാണ്, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ മണ്ടന്മാരാണോ ചോദിക്കും. അത് കേട്ട് ഡണ്ടയാണെങ്കിൽ അവന്റെ വാ പൊത്തിപ്പിടിക്കും. അങ്ങനെ സംസാരിക്കരുത്, അത് എൽഡർ കായും സുപ്രീം കായും ആണ്, അവർക്ക് കുറച്ചെങ്കിലും മര്യാദ നമ്മൾ കൊടുക്കണം. സുപ്രീം കായ്സോ അവരാരാണെന്ന് ചോദിക്കും. അതിൽ ഡണ്ട പറയും, അവരാണ് സുപ്രീം കായും ഗ്രാൻഡ് കായും, ഭൂമിയുടെ സംരക്ഷകൻ ഞാനാണെന്ന് എന്നോട് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ തന്നെ സംരക്ഷിക്കുന്നവരാണ് അവർ രണ്ടുപേരും. സോ അവരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അത് കേട്ട് സൈറ്റാനാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞാനിത് വിശ്വസിക്കില്ല, ഇത് ഭൂമി തന്നെയാണ്. അതിന് ഡണ്ട തീർത്തു പറയും, അല്ല, ഇത് കായ് വേൾഡ് ആണ്, കായ് വേൾഡ്സിലെ ശരണാലയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സൈറ്റാൻ അത് ട്രസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇവർ ലോകത്തിന്റെ രക്ഷകനാണെങ്കിൽ എന്തുകൊണ്ട് ആ ഭൂവായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇവർ വന്നില്ല? ഇവർ രക്ഷകരല്ല, സത്യത്തിൽ ഞാനിപ്പോൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് മുഴുവൻ ഒരു ചീത്ത സ്വപ്നമാണ്. വേൾഡ് മാർഷൽ ആർട്സിന് ശേഷം ഞാൻ കണ്ട സ്വപ്നം, ഇതൊന്നും റിയൽ അല്ല, എനിക്ക് ഇത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് അവൻ ഓടാനായിട്ട് തുടങ്ങും. ഡണ്ട അവനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമെങ്കിലും അവനത് കേൾക്കാതെ, ഞാനാണ് ഈ ലോകത്തിലെ ഹീറോ, ഞാനാണ് ഏറ്റവും പവർഫുൾ, എന്നെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്ന് പറഞ്ഞ് ഉഷാറായിട്ട് ഓടി ഒരു മലയുടെ മുൻപിൽ കയറി നിൽക്കും. പട്ടിക്കുട്ടിയാണെങ്കിൽ അവിടെ നിൽക്കും. പക്ഷെ സൈറ്റൻ അത് കേൾക്കാതെ താഴേക്ക് ചാടും. അവൻ താഴേക്ക് വീണ് തലയൊക്കെ പൊട്ടി വേദന കൊണ്ട് പൊളയും. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വേദനിക്കുന്നത്? സ്വപ്നം തന്നെയാണ്, അതുകൊണ്ടാണ് എനിക്ക് വേദനിക്കുന്നതെന്ന് പറയും. അവന്റെ മണ്ടത്തരമൊക്കെ കണ്ട് ഇവിടെ നമ്മുടെ ആൾക്കാർ തലയ്ക്ക് കൈ കൊടുക്കും. ഇവിടെ വെജീറ്റയാണെങ്കിൽ വീണ്ടും വീണ്ടും ഗോകുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെയും ആ പിക്കലോയൊക്കെ രക്ഷപ്പെടുത്തിയത് ഇത്തരത്തിൽ ഭൂമിയിൽ കളഞ്ഞിട്ട് വരാനാണോ? എന്നിട്ട് രക്ഷപ്പെടുത്തിയത് രണ്ട് വിട്ടികളെ. ഇപ്പൊ ഭൂമി നശിച്ചു, ഡ്രാഗൺ ബോൾസും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത് നേടാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഭൂമിയിൽ പോരാട്ടം നടത്തിയത്? അത് കേട്ട് ഡണ്ട പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കേൻ ഗ്രഹത്തില് നമ്മുടെ ഡ്രാഗൺ ബോൾസ് കാണും, വെച്ച് ഉറപ്പായാലും നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട് വെജീറ്റയ്ക്ക് സന്തോഷം തോന്നും. പക്ഷെ ഗോക്കു ആണെങ്കിൽ അവരോട് പറയും, നമുക്കേൻ ഗ്രഹം ഇവിടുന്ന് ഒരുപാട് ദൂരത്താണ്, അവിടേക്ക് പോകാൻ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ അത് വർക്ക് ആവില്ല. അതിന് സുപ്രീം കായ് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമുക്കേൻ ഗ്രഹത്തിലേക്ക് എത്രയും വേഗം നിങ്ങളെ എത്തിക്കാൻ എന്നെ കൊണ്ടാവും. ഉടനെ കായ് ആണെങ്കിൽ അവരോട് പറയും, ഡ്രാഗൺ ബോൾസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നമുക്കേൻ ഗ്രഹത്തിലുള്ളത് അത് അവർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അത് ഒരു തവണ നശിച്ചു കഴിഞ്ഞ് പിന്നീട് ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആർക്ക് യൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരിക്കും അതുണ്ടാവുക. ഗോക്കു ആണെങ്കിൽ അപ്പാപ്പനോട് പറയും, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇങ്ങനെയൊന്നും പറയാതിരുന്ന കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയും. അത് കേട്ട് അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ സുപ്രീം കായ് ആണെങ്കിൽ അവർക്കൊരു കാഴ്ച കാണിച്ചു കൊടുക്കും. ആ ഒരു ബോ അവൻ വീണ്ടും ഒന്നു ചേർന്നിരിക്കുകയാണ്. ഇത്രയും വേഗം അവനെ കൊണ്ട് എങ്ങനെ ഒന്നു ചേരാൻ പറ്റിയെന്ന് ചിന്തിച്ച് നമ്മുടെ ആൾക്കാർ അവനെ നോക്കും. കിബിറ്റോടെ ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ പവർ അതവൻ ഒറ്റയടിക്ക് പഠിച്ചെടുത്തു. ഇപ്പൊ അവൻ അടുത്ത ഗ്രഹം ലക്ഷ്യമാക്കി പോവുകയാണെന്ന് പറയും. ഇവിടെ ആ ബോ ആണെങ്കിൽ അടുത്ത ഗ്രഹത്തിലേക്ക് പോയി അത് തകർത്ത് കളയും. അവൻ എന്തായി ചെയ്യാൻ ഉദ്ദേശിക്കണേ? ആശനയും കൂടാതെ ഓരോ ഗ്രഹങ്ങളും അവൻ നശിപ്പിക്കുന്നത് എന്തിനാ? അത് എൽഡർ കായ് പറയും, അവൻ നിങ്ങളെയാണ് അന്വേഷിക്കുന്നത്, നിങ്ങളെ ഇല്ലാതാക്കാൻ അവൻ ഓരോരോ ഗ്രഹങ്ങളായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അവൻ എന്തിനാണ് നമ്മളെ ഇല്ലാതാക്കാനായിട്ട് ഓരോരോ ഗ്രഹങ്ങളായിട്ട് നശിപ്പിച്ച് കളയുന്നതെന്ന് ഗോക്കു ചോദിക്കും. അതിന് സുപ്രീം കായ് പറയും, അവന്റെ വിരോധം നിങ്ങളോടാണ്. സോ ഓരോരോ ഗ്രഹങ്ങളായിട്ട് ഇല്ലാതാക്കി അവൻ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഉന്നോ അവൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് ഗ്രഹങ്ങൾ നശിപ്പിക്കും. ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് ഭൂമിയെയും അവിടെയുള്ള ജനങ്ങളെയും തിരികെ പിടിക്കാൻ മാത്രമേ സാധിക്കൂ. ബാക്കിയുള്ള ഗ്രഹങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഇതാ മരിച്ചു
മറ്റൊരു ലോകത്തേക്ക് വന്ന നമ്മുടെ ഹാൻസം ബോയെയും മൊട്ടപ്പനെയും കാണിക്കും. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് ബോ കടന്നു വരികയാണ്. അത് കണ്ട് അവരെല്ലാവരും ഷോക്ക് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.